പ്രിയപ്പെട്ടവരെ, സ്ത്രീകൾ ഗർഭം ധരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട 6 കാരണങ്ങൾ, സ്ത്രീയുടെ ഭാഗത്തു നിന്നുള്ള 6 കാരണങ്ങൾ, അതുപോലെ പുരുഷന്റെ ഭാഗത്തു നിന്നുള്ള 1 കാരണം, അതുപോലെ ഈ 2 കാരണവുമല്ലാത്ത പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള 1 കാരണം, അങ്ങനെ മൊത്തത്തിൽ 8 കാരണം കൊണ്ടാണ് പൊതുവെ സ്ത്രീകൾ ഗർഭം ധരിക്കാത്തതും പ്രസവിക്കാത്തതും എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ വന്ന് ഗർഭം ധരിക്കാത്ത പ്രയാസം പറയുകയും മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം ജിന്നുകളുടെ രാജാവും നേതാവുമായ ബൽആമിനെ വിളിക്കുകയും ആ ജിന്നുകളുടെ നേതാവിനോട് ചോദിച്ചപ്പോൾ ആ ജിന്നുകളുടെ നേതാവ് പറഞ്ഞത്, സ്ത്രീകൾ ഗർഭം ധരിക്കാതിരിക്കാനുള്ള സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട 6 കാരണങ്ങൾ, പുരുഷന്റെ ഭാഗത്തു നിന്നുള്ള 1 കാരണം, അതുപോലെ പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള 1 കാരണം, ഇങ്ങനെ 8 കാരണങ്ങളാണ്. അപ്പോൾ ഈ കാരണങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളും അതിനുള്ള നല്ല ആത്മീയ പരിഹാരവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഗർഭം ധരിക്കുന്നത് പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും തമ്മിൽ ചേരുമ്പോഴാണല്ലോ ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നത്. ഇതിൻ്റെ സ്ത്രീകൾ ഗർഭം ധരിക്കാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം ഗർഭപാത്രം മറിഞ്ഞു പോവുക, ഗർഭപാത്രം തിരിയുക, ആ യൂട്രസ് മറിഞ്ഞു പോവുക, അതിൻ്റെ ശരിയായ പൊസിഷൻ മാറി മറ്റൊരു പൊസിഷനിലേക്ക് പോവുക. ഇതാണ് ഗർഭപാത്രം മറിയുക. ഇതാണ് ഒന്നാമത്തെ കാരണമായി പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാരണം സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ അണുക്കൾ നിറയുക. മൂന്നാമത്തത് സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ മാംസം നിറയുക. നാലാമത്തത് സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ രക്തം നിറയുക. അഞ്ചാമത്തത് സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ വായു നിറയുക. ആറാമത്തത് അമിതമായ തടി കാരണം ബീജം കടക്കാതിരിക്കുക. ഇങ്ങനെ 6 കാരണങ്ങളാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഒന്നും കൂടി വിശദമായി പറഞ്ഞു തരാം. സ്ത്രീയുടെ അണ്ഡവും പുരുഷന്റെ ബീജവും തമ്മിൽ ഒരുമിക്കുന്ന ഗർഭപാത്രത്തിലേക്ക് കടന്നു പോകുന്ന ഒരു ട്യൂബാണ് ഫാലോപ്പിയൻ ട്യൂബ്. ഈ ട്യൂബുകളിൽ അണുക്കൾ നിറയുകയും അത് തടിച്ചു വരികയും അവിടെ കൊഴുപ്പുണ്ടാവുകയും ചെയ്താൽ അണുക്കൾക്ക് കടക്കാൻ പ്രയാസമാവുകയും ഗർഭം ധരിക്കുന്നതിനെ തടയുകയും ചെയ്യുന്നത്. അതാണ് ഗർഭപാത്രത്തിലെ അണുക്കൾ ഉണ്ടാവുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പറയാം. രണ്ടാമത് നമ്മൾ പറഞ്ഞത് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ രക്തം നിറയുക. രണ്ടാമത് നമ്മൾ പറഞ്ഞത് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ മാംസം നിറയുക. ഈ മാംസക്കട്ട ഗർഭപാത്രത്തിൽ വളരുന്ന മാംസം വലുതാവുകയും ഈ ഭ്രൂണത്തെ വളരാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ ഗർഭം ധരിക്കാതിരിക്കുന്നത്. അതുപോലെ മൂന്നാമത്തെ കാരണം നമ്മൾ പറഞ്ഞത് സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ രക്തം നിറയുക. മാസമുറയുടെ ഹൈദ് രക്തങ്ങൾ പുറത്തു പോകാതെ കട്ട പിടിച്ച് അവിടെ തന്നെ നിൽക്കുകയും പുരുഷന്റെ ബീജം സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കടക്കുന്നതിനെ തടയുന്ന ഒരവസ്ഥ ഉണ്ടാക്കുക. അപ്പോഴാണ് ഈ ഗർഭം ധരിക്കുന്നതിനെ തടയുന്നത്. ഈ രക്തം കെട്ടിക്കിടന്ന് അവിടെ പുറത്തു പോകാതിരിക്കുന്ന ഒരവസ്ഥയാണ്. മറ്റൊരു കാരണമാണ് നമ്മൾ പറഞ്ഞത് ശരീരം അമിതമായ വണ്ണം. ശരീരം കൂടുതൽ കൊഴുപ്പുള്ള ശരീരമാണെങ്കിൽ ഗർഭം ധരിക്കില്ല. കാരണം കൂടുതൽ കൊഴുപ്പും തടിച്ച സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും അതുവഴി ഗർഭം ധരിക്കുന്നതിനെ തടയുകയും ചെയ്യും. ഇത് കൃത്യമായ സമയത്ത് അണ്ഡോൽപാദനം ഉണ്ടാക്കുന്നതിനെ തടയുകയാണ് ചെയ്യുക. അതാണ് ഈ അമിതമായ വണ്ണം കൊണ്ട് കാരണം കൊണ്ട് സ്ത്രീകൾ ഗർഭം ധരിക്കാത്തത്. അതുപോലെ സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ വായു, കാറ്റ് നിറയുക, അതും മറ്റൊരു കാരണമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഓരോ കാരണങ്ങൾ, ഈ പറഞ്ഞ ഓരോ കാരണങ്ങൾ കൊണ്ടാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ കൂടി ഞാൻ പറയാം. അതായത് സ്ത്രീകളുടെ ഗർഭപാത്രം മറിഞ്ഞത് കൊണ്ടാണ്, തിരിഞ്ഞത് കൊണ്ടാണ് ഗർഭം ധരിക്കാത്തത് എങ്കിൽ അതിൻ്റെ ലക്ഷണം എന്താണ്? അതുപോലെ സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ രക്തം നിറഞ്ഞത് കൊണ്ടാണ് ഗർഭം ധരിക്കാത്തതെങ്കിൽ അതിൻ്റെ ലക്ഷണം എന്താണ്? അങ്ങനെ ഓരോന്നിൻ്റെ ലക്ഷണം കൂടി പറയാം. എന്നിട്ട് അവസാനം ഇതിൻ്റെ ആത്മീയമായ ഒരു പരിഹാരവും കൂടി പറയാം. ഗർഭപാത്രം തിരിഞ്ഞതിൻ്റെ കാരണം കൊണ്ടാണ് സ്ത്രീകൾ ഗർഭം ധരിക്കാത്തതെങ്കിൽ അതിൻ്റെ ലക്ഷണം സ്ത്രീയും പുരുഷനും ഭാര്യാഭർത്താക്കന്മാർ ഇണചേർന്നതിൻ്റെ ശേഷം, ലൈംഗികമായി ബന്ധപ്പെട്ടതിൻ്റെ ശേഷം സ്ത്രീക്ക് തലവേദനയും അതുപോലെ തലയിൽ ഒരു കുത്തും ഉണ്ടാവും. അപ്പോൾ മനസ്സിലാക്കാം ഗർഭപാത്രം ഇത് തിരിഞ്ഞത് കൊണ്ടാണ് ഗർഭം ധരിക്കാത്തത്.
ഇനി മറ്റൊരു കാരണമാണ് നമ്മൾ പറഞ്ഞത്, ഗർഭപാത്രത്തിൽ വായു നിറഞ്ഞത് കൊണ്ടാണ് ഗർഭം ധരിക്കാത്തത്. അതിൻ്റെ ലക്ഷണമാണ് ലൈംഗികമായ ഇണചേർന്നതിൻ്റെ ശേഷം ശ്വാസം മുട്ടൽ, കിതപ്പ്, അതുപോലെ നെഞ്ചിൽ വിയർപ്പ്, ഇതുപോലുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഗർഭപാത്രത്തിൽ വായു നിറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഗർഭം ധരിക്കാത്തത്. മറ്റൊരു കാരണമാണ് നമ്മൾ പറഞ്ഞത്, ഗർഭപാത്രത്തിൽ മാംസം നിറഞ്ഞത് കൊണ്ടാണ് എങ്കിൽ അതിൻ്റെ ലക്ഷണം ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം മുതുകിലും അതുപോലെ ഉള്ളം കൈക്കാലുകളുടെ ഉൾഭാഗത്ത്, കൈയുടെ ഉൾഭാഗവും കാലിൻ്റെ ഉൾഭാഗത്തും വേദന ഉണ്ടാവുക, ഇത് അതിൻ്റെ ലക്ഷണമാണ്. അതുപോലെ ഗർഭപാത്രത്തിൽ അണുക്കൾ ഉള്ളത് കൊണ്ടാണ് ഗർഭം ധരിക്കാത്തതെങ്കിൽ അതിൻ്റെ അടയാളമാണ് സ്ത്രീകളുടെ ശരീരത്തിൽ രക്തം കുറയുകയും അതുവഴി ശക്തമായ ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഗർഭപാത്രത്തിൽ അണുക്കൾ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ലക്ഷണം കാണിക്കുന്നത്. ഗർഭപാത്രത്തിൽ രക്തം നിറഞ്ഞത് കൊണ്ടാണ് ഗർഭം ധരിക്കാത്തത് എങ്കിൽ അതിൻ്റെ ലക്ഷണമാണ് ലൈംഗിക ബന്ധത്തിൻ്റെ ശേഷം സ്ത്രീയുടെ യോനിയിൽ ശക്തമായ വേദന അനുഭവപ്പെടുക, അത് അതിൻ്റെ ലക്ഷണമാണ്. അതുപോലെ അമിതമായ വണ്ണം കാരണം കൊണ്ടാണ് ഗർഭം ധരിക്കാത്തതെങ്കിൽ അതിൻ്റെ ലക്ഷണമാണ് ലൈംഗിക ബന്ധത്തിൻ്റെ ശേഷം അരക്കെട്ടിൽ ശക്തമായ വേദന അനുഭവപ്പെടുക, അതും സ്ത്രീയുടെ അമിതഭാരം ഉള്ളതുകൊണ്ട്. ഈ സ്ത്രീയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കാരണങ്ങളുമല്ല, പുരുഷൻ്റെ ഭാഗത്തു നിന്നുള്ള കാരണങ്ങളുമല്ല, മറ്റൊരു കാരണമാണ് പൈശാചികമായ കാരണം കൊണ്ട്. ഈ മാസമുറ സ്ത്രീകളുടെ പീരീഡ്സിൻ്റെ ഡേറ്റുകൾ മാറി വരുന്ന ആ സ്ത്രീകളിൽ പിശാച് കടന്ന് ഗർഭപാത്രത്തിൽ പ്രശ്നമുണ്ടാക്കും എന്ന് കാണാം. അപ്പോൾ അതിൻ്റെ ലക്ഷണമാണ് അത്. ഈ പറഞ്ഞ സ്ത്രീയുടെ കാരണവുമല്ല, പുരുഷൻ്റെ കാരണവുമല്ല, പിശാചിൽ നിന്നുള്ളതാണ് എന്നതിൻ്റെ ലക്ഷണമാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിൻ്റെ ശേഷം കൈകാലുകൾ തളർന്നു പോവുക, കോട്ടുവായിടുക, അമിതമായ ക്ഷീണം, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പൈശാചികമായ കാരണം കൊണ്ടാണ് ഗർഭം ധരിക്കാത്തത് എന്നുള്ളതിലേക്കുള്ള സൂചനകളാണ്. ഇനി മറ്റൊരു കാരണമാണ് പുരുഷൻ്റേതായ കാരണം കൊണ്ട് ഗർഭം ധരിക്കാത്തൊരവസ്ഥ. പുരുഷൻ്റെ ഭാഗത്തു നിന്നുള്ള കാരണമാണ് നമ്മൾ പറഞ്ഞത്, പുരുഷൻ്റെ ലിംഗത്തിന് ശക്തിയില്ലാതിരിക്കുക, പുരുഷൻ്റെ ശുക്ലത്തിൽ ബീജങ്ങളുടെ എണ്ണം കുറയുക, അതുപോലെ സ്ത്രീയുടെ അണ്ടത്തെ എത്തിപ്പിടിക്കാൻ, അത് തമ്മിൽ ബന്ധപ്പെടാനുള്ള, അതിനെ നീന്തിപ്പിടിക്കാനുള്ള ഒരു കഴിവ് ഇല്ലാത്ത ഇത് വരിക, പുരുഷൻ്റെ ബീജത്തിന് അതിൻ്റെ കഴിവില്ലാതെ വരിക, ഇതും പുരുഷൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു കാരണമാണ്. അതുപോലെ പുരുഷ ബീജത്തിൻ്റെ ആകൃതിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഘടനയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇങ്ങനെ പല കാരണങ്ങളും ആവാം പുരുഷൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഗർഭം ധരിക്കാത്ത സ്ത്രീകൾക്ക്, പ്രസവിക്കാത്ത സ്ത്രീകൾക്ക് ഏറ്റവും നല്ല ആത്മീയ പരിഹാരമാണ് ഇത് ഞാൻ പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, സുബ്ഹി നിസ്കരിച്ചതിൻ്റെ ശേഷം വുളൂ ചെയ്ത് ഖിബ്ലക്ക് മുന്നിട്ട് നല്ല വസ്ത്രം ധരിച്ച് നല്ല കരുത്തോടുകൂടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഗർഭം ധരിക്കാത്ത ഒരു സ്ത്രീ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയ മറുപടിയാണ്, നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, സ്വതക്ക, ദാനധർമ്മം ധാരാളം ചെയ്യുക. ഈ രണ്ട് പരിഹാരമാണ് അവർക്ക് കൊടുത്തത്. അപ്പോൾ പൊതുവെ ഗർഭം ധരിക്കാത്ത ഡോക്ടർമാരൊക്കെ ഗൈനക്കോളജിസ്റ്റിനൊക്കെ കാണിച്ചു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, മറ്റുള്ള സ്കാനൊക്കെ ചെയ്തു, പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഡോക്ടർമാർ പറഞ്ഞു ഒരു പ്രശ്നങ്ങളും ഇല്ല, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പൊതുവെ പറയാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരവസ്ഥയിലെത്തിയാൽ നമുക്ക് ഈ ഒരു ആത്മീയമായ പരിഹാരം കൂടി ചെയ്യുക. തീർച്ചയായും നമുക്ക് അള്ളാഹു നമുക്ക് കുട്ടികളെ തരും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആ ചിട്ടകളൊക്കെ പാലിച്ച് നിങ്ങൾ 11 അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലുക. അതിന് ശേഷം ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ 11 പ്രാവശ്യം ചൊല്ലുക. ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ 11 പ്രാവശ്യം ചൊല്ലുക. സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം 11 പ്രാവശ്യം ചൊല്ലുക. അതുപോലെ യാ ഖാലിഖു യാ ബാരിഉ യാ മുസവ്വിറു യാ വഹാബു യാ ഫത്താഹു യാ അല്ലാഹ് 11 പ്രാവശ്യം ചൊല്ലുക. അത് കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. ഈ ദുആ 11 പ്രാവശ്യം ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഒരു പ്ലേറ്റിൽ അതേപോലെ ഒറ്റയായിട്ടല്ല എഴുതേണ്ടത്, 70 പ്രാവശ്യം എഴുതി അതിൻ്റെ വെള്ളം നിങ്ങൾ കുടിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ല സന്താനങ്ങൾ അള്ളാഹു തരും.